അഡ്വക്കേറ്റ് എ ജയശങ്കറിനെതിരായ പി.വി. അൻവറിന്റെ പ്രസ്താവന ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എറണാകുളം ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. വാപ്പയും ഉപ്പാപ്പയും കോൺഗ്രസ് ആയിരുന്നതിന്റെ തഴമ്പ് അൻവറിന്റെ പിന്നാമ്പുറത്ത് ഉണ്ടാകുമെന്ന് കരുതേണ്ട. CPM-ന് പടുകുഴി തോണ്ടുന്ന പിണറായി വിജയന് ഓശാന പാടുന്ന ലാഘവത്തോടെ എതിരഭിപ്രായം പറയുന്നവരുടെ മേൽ കയറാൻ വന്നാൽ ആ തിണ്ണമെടുക്കൊന്നും ഇവിടെ നടക്കില്ല എന്നും DCC പ്രസിഡന്റ് തുറന്നടിക്കുകയുണ്ടായി. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ജയശങ്കറിന്റെ വീട്ടിലും ഓഫീസിലും വന്ന് മുണ്ടൂരിക്കളയും തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്ന് പറയുന്ന അൻവർ ഇത് എറണാകുളമാണെന്ന് മറക്കേണ്ട എന്നും ഇത്രയും മോശമായ പ്രതികരണം നടത്തിയ അൻവറിന്റെ ഈ വൃത്തികെട്ട പ്രസ്താവനയ്ക്ക് പാർട്ടി പിന്തുണയുള്ളതുകൊണ്ടാണോ CPM നേതൃത്വം മൗനം പാലിക്കുന്നതെന്നും മുഹമ്മദ് ഷിയാസ് ചോദിക്കുന്നു. അൻവർ ആണോ അജിത് കുമാർ ആണോ മാഫിയ എന്നുള്ള തർക്കമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളിൽ ഗൗരവമായ ചർച്ചകൾ പാർട്ടിയും സർക്കാരും നടത്തുന്നില്ല. തൃശൂർ പൂരം പോലും അലങ്കോലമാക്കിയ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അതേ അൻവർ തന്നെ പറയുന്നു പിണറായി വിജയൻ അച്ഛനെ പോലെയാണെന്ന്. നിലപാടിൽ ഉറപ്പുള്ളവനാണെങ്കിൽ താൻ തന്നെ പറഞ്ഞ ആരോപണങ്ങളിൽ വേണ്ടത്ര ഗൗരവമായ അന്വേഷണം നടത്താത്തവർക്കെതിരെ എന്തുകൊണ്ടാണ് നിയമപരമായി നീങ്ങാത്തത് എന്നും മുഹമ്മദ് ഷിയാസ് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം തന്റെ കൊള്ളകൾ മുഴുവൻ മൂടിവെക്കാൻ സർക്കാരിനെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി മാത്രമുള്ള അഭ്യാസമായി കണ്ടാൽ മതിയെന്നും മുഹമ്മദ് ഷിയാസ് വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവറിന്റെ ഇന്നലത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അധിക്ഷേപവും കൊലവിളിയും ജനാധിപത്യ രീതികൾക്ക് യോജിക്കാത്ത ഒന്നുകൂടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുള്ള നാടാണ്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെക്കുറിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും സമൂഹത്തിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജയശങ്കറിനെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിന്റെ മുണ്ടൂരിക്കളയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് ജയശങ്കറിന്റെ തലയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന മാലിന്യമൊക്കെ ഒഴിക്കുമെന്ന് പറഞ്ഞാൽ ഇത് എറണാകുളമാണ്, എറണാകുളത്തിൽ ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്ന് PV അൻവർ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയധികം മോശമായ രീതിയിൽ ഒരാളെക്കുറിച്ച് ഒരു MLA പറഞ്ഞിട്ടും ഒരു തരത്തിലും ഒരു CPM നേതാവിന്റെയും ഒരു മറുപടിയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ RSSനോടൊപ്പം BJPയോടൊപ്പം അവരെ വളരാനും വിജയിപ്പിക്കാനും വേണ്ടി വഴിവെട്ടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരെ കുഴിവെട്ടി ഈ പാർട്ടിയെ കുഴിച്ചു മൂടാൻ ഒരുങ്ങുന്ന പിണറായിക്കും MV ഗോവിന്ദനും ഒപ്പം നിന്നുകൊണ്ട് PV അൻവർ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി എന്തെങ്കിലും ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല എന്നുകൂടി അൻവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നിലമ്പൂർ MLA PV അൻവറിന്റെ നിലവിട്ടുള്ള പെരുമാറ്റം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചത്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി PV അൻവർ MLA രംഗത്തു വരികയായിരുന്നു. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി. ഉടുമുണ്ടുരിഞ്ഞ് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലായിരുന്നു അസഭ്യവർഷവും ഭീഷണിയും ഒക്കെ PV അൻവർ MLA നടത്തിയത്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജയശങ്കർ കേരളം ആദരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. അദ്ദേഹം എല്ലാ പൊതുവിഷയങ്ങളിലും തന്റെ അഭിപ്രായം പറയാറുണ്ട്. ADGP അജിത് കുമാറിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളെയും വിശകലനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ചാനൽ ചർച്ചകളിലും മറ്റും ജയശങ്കറിന്റെ നിരീക്ഷണം അൻവറിന് എതിരാവുകയും ചെയ്തിരുന്നു. ഇതിലെ പ്രകോപനമാകും പുതിയ വീഡിയോയ്ക്ക് പിന്നിലെന്ന നിരീക്ഷണം വളരെ ശക്തമായി തന്നെയുണ്ട്. എന്തായാലും നിലവിൽ നിയമവ്യവസ്ഥയെയും പോലീസിനെയും എല്ലാം വെല്ലുവിളിക്കുകയാണ് അൻവർ എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ക്രമസമാധാനം തകർന്നതിന് തെളിവ് കൂടിയാണ് ഈ വീഡിയോ എന്നും ഭരണപക്ഷ പിന്തുണയുള്ള MLA ആണ് അൻവർ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്നുള്ളതും വളരെ നിർണായകമാണ്.